ഡൽഹിയിൽ നടത്താനിരുന്ന ഭീകരാക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയത് തുർക്കിയിൽ. ജെയ്ഷെ മുഹമ്മദിനും ഫരീദാബാദ് മൊഡ്യൂളിനും ഉക്കാസ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഹാൻഡ്ലറുമായിട്ടായിരുന്നു ബന്ധം. എന്നാൽ തുർക്കി തങ്ങളുടെ പങ്ക് നിഷേധിക്കുകയാണ്. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിലെ ഭീകരർ അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെടെ 4 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കൂടി ലക്ഷ്യമിട്ടു. സീരിയൽ സ്ഫോടനം നടത്താൻ ആയിരുന്നു. ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നവംബർ 10 വൈകുന്നേരം 6 മണിയോട് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയില് വലിയ ഒരു ഭീകരാക്രമണം ഉണ്ടായല്ലേ. അപ്പൊ നമ്മളെ പെട്ടെന്ന് നടുക്കിയ ഒരു സംഭവമായിരുന്നു. അതിലൊരു 13 പേരോളം നിരപരാധികളായ 13 പേരോളം ബലി കൊടുക്കപ്പെട്ടു. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? എന്താണ് ഡൽഹിയിലെ ബോംബ് ബ്ലാസ്റ്റ്? അവിടെ എന്തിനാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ? അങ്ങനെ തുടങ്ങി കുറെ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലോട്ട് വന്നിരുന്നു. അപ്പൊ അതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. താല്പര്യമുള്ളവർ മുഴുവനായി കാണുക. അപ്പൊ നമുക്കിന്ന് കുറച്ചധികം കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, കുറച്ചധികം ചിന്തിക്കാനുള്ള കാരണമുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് തോന്നിയത് ഇതൊരു പക്ഷേ നമ്മൾ നേരത്തെ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ, നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ പോലീസ് ഇത് നേരത്തെ മുൻകൂട്ടി കണ്ടുപിടിച്ച് ഇത് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് 1,00,000-ൽ മേളിൽ അധികത്തോളം ആളുകൾ ഇന്ന് കത്തിക്കരിഞ്ഞ് വെണ്ണീറാകുമായിരുന്നു. അത്രമാത്രം വലിയ ഒരു ഭീകരാക്രമത്തെയാണ് നമ്മുടെ ഇന്റലിജൻസ് തടഞ്ഞത് എന്ന് വേണം പറയാൻ. പക്ഷെ എന്താന്ന് വെച്ചാൽ മോദി വിരുദ്ധരുള്ളവരൊക്കെ കുറെ ആൾക്കാരൊക്കെ പറയും മോദിക്ക് എന്ത് ചെയ്യാൻ പറ്റി, എന്നാലും 13 പേരെ കൊന്നു കളഞ്ഞില്ലേ, അതൊന്നും തടയാൻ പറ്റിയില്ലോ, നിങ്ങളുടെ എന്താണ് ഏജൻസി എന്താണ് ചെയ്യുന്നതൊക്കെ ചിലവരൊക്കെ ചോദിച്ചേക്കാം. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു പക്ഷെ ഒരു 10 ബോംബ് ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആക്രമണം നടത്തുന്നവര് 10 ബോംബ് ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ 10 ബോംബിൽ ഒരു ബോംബ് അവർ പൊട്ടിച്ചാൽ അത് അവരുടെ വിജയമാണ്. പക്ഷെ നമ്മുടെ വിജയം എപ്പോഴാകുന്നത്? നമ്മുടെ വിജയം ആ 10 ബോംബും അവർ പൊട്ടിക്കാതിരിക്കുമ്പോഴാണ്, ആ 10 ബോംബ് നിർവീര്യമാക്കി കളയുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കണം. വളരെ വളരെ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. മുന്നോട്ട് ബാബർ മസ്ജിദ് December 6 ഒക്കെ വരുമല്ലേ. അപ്പൊ വലിയൊരു ബ്ലാസ്റ്റ് ആണ് ഇവര് പ്ലാൻ ചെയ്തിരുന്നത്. ഒരേ സമയത്ത് 4 സ്ഥലത്തായിട്ട് 4 നഗരങ്ങളിലായിട്ട് ബോംബ് ബ്ലാസ്റ്റ് ആണ് ഇവര് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനു മുമ്പ് 3 പേര്, ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു 3 പേരെ പോലീസ് ഇവരുടെ നീക്കങ്ങൾ പൊളിക്കുകയുണ്ടായി, അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 4ാമത്തെ ഒരു വ്യക്തിയാണ് ഇങ്ങനെ നമ്മുടെ ഡൽഹി നഗരത്തില് ഒരു ബ്ലാസ്റ്റ് സൃഷ്ടിക്കുകയുണ്ടായത്. അതിൽ 13 പേരോളം കത്തിക്കരിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സംഭവം നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈറ്റ് കോളർ ടെററിസം എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ് നടക്കുന്നത്. എന്താണ് വൈറ്റ് കോളർ ടെററിസം? നമ്മൾ ബാബ കല്യാണി സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്തൊരു ഭീകരാക്രമണം പരിപാടിയൊക്കെ നടക്കുന്നില്ലേ? ഒരു കോളേജ് അധ്യാപകൻ ടെററിസത്തിലോട്ട് പോകുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറഞ്ഞാല് നല്ല ഉന്നത ജോലിയിൽ ഇരിക്കുന്നവർ, അതായത് ഡോക്ടേഴ്സ് ആകാം, എഞ്ചിനീയേഴ്സ് ആകാം, അങ്ങനെ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്നവര്, അങ്ങനെ ആർക്കും സംശയം ഉണ്ടാകാത്ത രീതിയിൽ അവിടെ ഒരു ഭീകരവാദം സൃഷ്ടിക്കുകയാണ്. അപ്പം അങ്ങനെ മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാക്കാത്ത വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ആൾക്കാരിൽ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഭീകരവാദ ശൃംഖല, അതിനെയാണ് വൈറ്റ് കോളർ ടെററിസം എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ സംഘത്തിൽ 4ഓളം പേരെയാണ് ഇപ്പം 3 പേരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ ഒരാളാണ് ഇപ്പൊ ബ്ലാസ്റ്റിൽ പോയിട്ടുണ്ട്. ഡോക്ടർ ഷഹീം ഷാഹിദ്, ഡോക്ടർ ആദിൽ, പിന്നെ മുസാമിൽ സക്കീർ. ഇവരെ 3നെയാണ് നേരത്തെ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ മുസാമിൽ സക്കീറിൽ നിന്ന് 2,900 കിലോഗ്രാമോളം സ്ഫോടന വസ്തുക്കൾ പിടിച്ചെടുക്കുകയുണ്ടായി. അതുപോലെ അമോണിയം നൈട്രേറ്റ് പോലെയുള്ള ഒരു സ്ഫോടന വസ്തുക്കളൊക്കെ ഇവരിൽ നിന്നൊക്കെ കണ്ടെത്തിയൊക്കെ ഉണ്ടായി. പിന്നീട് ഇവരുടെ കയ്യിൽ നിന്ന് പിന്നെ വേറൊരാളിൽ നിന്ന് കണ്ടെത്തിയ ഒരു കാര്യമാണ് നമ്മുടെ ആവണക്കണ്ണയിൽ നിന്നുണ്ടാക്കുന്ന പൾപ്പ്. ആവണക്കണ്ണയിലെ പൾപ്പ് റിസൈൻ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതിന്റെ ഒരു 5 ml മതി ഒരു 5 ലക്ഷത്തോളം ആൾക്കാരെയൊക്കെ കൊന്ന് കളയാൻ വേണ്ടിയിട്ട്. അതായത് ഈ ആവണക്കണ്ണയിൽ നിന്നുണ്ടാകുന്ന പൾപ്പ്, അത് റിസൈൻ എന്ന് പറഞ്ഞ സംഭവം, അത് വെള്ളത്തിലോ മറ്റോ ഒക്കെ കലർത്തിയിട്ട്, അതായത് വലിയ അമ്പലത്തിലൊക്കെ നമുക്ക് തീർത്ഥമൊക്കെ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ഭീകരവാദികള് നമ്മൾ അറിയാണ്ട് ആ തീർത്ഥ ജലത്തിലോ അല്ലെങ്കിൽ അമ്പലങ്ങളുടെ കിണറ്റിലോ അവിടെ എവിടെയെങ്കിലും ഒന്ന് കലർത്തുക. അത് നമ്മൾ അറിയാണ്ട് നമ്മൾ വരുന്ന ഭക്തർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാല് അത് ലക്ഷക്കണക്കിന് ആൾക്കാരിലോട്ട് പെട്ടെന്ന് ഒരു സഡൻ അറ്റാക്കാണ്. തീർത്ഥം നമ്മളിങ്ങനെ കുടിക്കുമല്ലോ, അങ്ങനെ സ്പോട്ടിൽ മരണപ്പെടുന്ന ഒരു ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു പോയിസൺ ആണ് അത്. ആവണക്കണ്ണയുടെ പഴുപ്പിൽ നിന്നുണ്ടാക്കുന്നത്. അതൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടായിരുന്നു. വളരെ വലിയൊരു നീക്കമാണ് നമ്മൾ പൊളിച്ചെടുക്കിയത്. നമ്മളത്
ശരിക്കും ഈ ഏജൻസി നമ്മൾ അഭിനന്ദിക്കുക തന്നെ ചെയ്യണം. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്തുകൊണ്ട് അവിടെ ബ്ലാസ്റ്റ് നടന്നു എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ കണ്ണി കൊള്ളാനുള്ളത് പിരികത്തെ കൊണ്ടുപോയി എന്ന് നമ്മൾ കരുതുന്നില്ല. ആ സമയത്ത് ഒരു നിമിഷം മോദി മൗനം പാലിച്ചെങ്കിലും പിന്നെ മോദി അത് പൊട്ടിത്തെറിക്കുകയുണ്ടായി. ഇതിന് പകരം ഞങ്ങൾ ചോദിക്കുമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് വ്യക്തമാണ്, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അറിയാലോ, ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2.0 അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ ഇടയിലാണ് ഇതുപോലെ ഒരു സംഭവം വരുന്നത്. അപ്പം എന്താണേലും പക്ഷെ അത് എന്താണ് ലോകരാഷ്ട്രങ്ങൾ എന്താണ് പറയുന്നത്? പക്ഷെ നിങ്ങൾക്ക് ഉറപ്പില്ലല്ലോ, ഒരു തെളിവുമില്ലല്ലോ, പാകിസ്ഥാനാണ് ഇത് ചെയ്തതെന്ന് നിങ്ങൾക്ക് തെളിവില്ലല്ലോ. തീർച്ചയായും നമുക്കറിയാം ഇതിനകത്ത് പാകിസ്ഥാന്റെ കൈകടത്തൽ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷെ നമ്മുടെ തെളിവില്ല. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചങ്ങോട്ട് മടിക്കും. തെളിവ് വേണ്ടല്ലോ, നമുക്കും തിരിച്ചടിക്കാൻ തെളിവൊന്നും വേണ്ടല്ലോ. എന്നാണെങ്കിലും നമ്മൾ ഇത് മുന്നോട്ട് കാണുക തന്നെ ചെയ്യും. നമുക്കറിയാലോ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അതുപോലെ തന്നെ ആയിരിക്കും ഇതും നമ്മൾ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. എന്താണേലും നമ്മുടെ നാട്ടില് നമ്മുടെ ഉപ്പും ചോറും തിന്ന് വളർന്നതല്ലേ. നമ്മൾ എന്താണ് പറയുന്നത്? എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരന്മാരാണെന്ന് പറഞ്ഞു വെച്ച് ഇപ്പൊ എന്താണ് കാണിക്കുന്നത്? അപ്പം എല്ലാരും അങ്ങനെയല്ല, എല്ലാവരുടെ മനസ്സിൽ ഇന്ത്യക്കാര് സഹോദരന്മാർ ഒന്നുമല്ല. അപ്പം ഇവിടെ വലിയ ഒരു ഭീകരാക്രമണം തന്നെയാണ് ശരിക്കും നടന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈമിൽ ഇതൊരു ചാവേർ ആക്രമണമാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഇതൊരു ഭീകരാക്രമണമായിട്ട് മാറുമായിരുന്നു. അപ്പം നമ്മുടെ ഡൽഹിയില് അത്രയും ഒരു ക്രൗഡിന്റെ ഇടയിൽ ഒരു I-20 കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഉണ്ടായത് അല്ലേ. അതായത് ഉമർ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി സഞ്ചരിച്ചിരുന്ന ഒരു I-20 കാർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഈ കാർ ഒരു 2 മണിക്കൂറായിട്ട് ആ മേഖലയിൽ കടന്ന് കറങ്ങുന്നതായിട്ടും കറക്റ്റ് ടൈമിങ്ങില്, അതായത് നല്ല ജനത്തിരക്കുള്ള വൈകുന്നേരം 6 മണി കഴിയുമ്പോൾ നല്ല ജനത്തിരക്കുള്ള സമയമാണ്. അത് കറക്റ്റ് ടൈമില് അത് ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഈ അമർ മുഹമ്മദിന്റെ കൂടെ ഇയാൾ മാത്രമല്ല വേറെ 2 വ്യക്തികളും കൂടെ ഉണ്ടെന്ന് CCTV ദൃശ്യങ്ങൾ പറയുന്നുണ്ട്, അതിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ ബ്ലാസ്റ്റ് ചെയ്ത സമയത്ത് മാസ്ക് ഇട്ട് ഉമർ മുഹമ്മദ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. പക്ഷെ ആ കാറിൽ മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന 2 വ്യക്തികളെ ഇതുവരെ പോലീസ് എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഉമർ മുഹമ്മദ് ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ബാക്കി 3 പേരെ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതായത് ജെയ്ഷെ മുഹമ്മദുമായിട്ടുള്ള പോസ്റ്റ് ഇട്ടതിന്റെ പേരില് പോലീസിന് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്തിന്റെ പേരിലാണ് മുസാമിനെ അറസ്റ്റ് ചെയ്തത്. പിന്നെ ഒരു ലേഡി ഉണ്ടായിരുന്നു, ഡോക്ടർ ഷഹിം ഷഹീദ്, പിന്നെ ഡോക്ടർ ആദിൽ അഹമ്മദ്. അങ്ങനെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ കഴിവുള്ള ഡോക്ടേഴ്സ് തന്നെ നമ്മുടെ ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയല്ലേ. അത് വളരെ ഒരു വേദനാജനകമായ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമുക്ക് എന്താന്ന് അറിയാൻ പറ്റത്തില്ല, നമുക്ക് പറഞ്ഞ് ധരിപ്പിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ ഇന്ത്യ ഇപ്പൊ കടന്നു പോകുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ഇതിന് തിരിച്ചടി തന്നെ കിട്ടുക തന്നെയും വളരെ ഭാഗ്യം എന്നേ പറയാവുള്ളൂ. ഒരു പക്ഷെ നമ്മൾ ഇത് ഇതുവരെ കണ്ടെത്തിയില്ല എങ്കിൽ നാളെ എത്ര വലിയ ഒരു ബ്ലാസ്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എത്രയോ നിരപരാധികൾ ഇവിടെ ജീവശവമായിട്ട് കിടക്കേണ്ടി വന്നായിരുന്നേ. എത്രയോ പേര് നമുക്ക് നമ്മുടെ സഹോദരങ്ങളെയും അടക്കം നമ്മുടെ കുടുംബക്കാരെ മൊത്തം നമുക്ക് ഒരുപക്ഷെ നഷ്ടമാകുമായിരുന്നു. അതിനൊക്കെ തടയിട്ടുകൊണ്ടാണ് നമ്മുടെ ഈ ഏജൻസികൾ ഇപ്പൊ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പം എന്താണെങ്കിലും ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്, ഇതില് തീർച്ചയായും പാകിസ്ഥാന്റെ കരങ്ങൾ വളരെ വ്യക്തമാണ്. പക്ഷെ നമുക്ക് തെളിവുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല. തെളിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് അറ്റാക്ക് ചെയ്യും, അത് യാതൊരു സംശയമില്ല. അഥവാ തെളിവ് കിട്ടിയില്ലെങ്കിലും അവന്മാരെ അടപടലം പൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പം പിന്നെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിനകത്ത് വേറൊരു വിഷയം, മുസ്ലിം നാമധാരികളായിട്ടുള്ള 4 പേരാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വന്നിട്ടുണ്ട്. മൊത്തം 8 പേരുണ്ടെന്ന് പറയുന്നു. അപ്പൊ എനിക്ക് വേദനാജനകമായിട്ടുള്ളത് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മുസ്ലിംസും ഇതുപോലെയല്ല, വളരെ നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യയോട് അത്രയും കടപ്പിലാണ്. എന്റെ രാജ്യം, എന്റെ ഇന്ത്യ എന്ന് പറയുന്ന ഒരുപാട് അനേക മുസ്ലിംസ് ഉള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ഒരു മതേതര രാജ്യമാണ്. അതിന്റെ ഇടയിൽ കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമാണ് ഇതുപോലുള്ള ഭീകരാക്രമണങ്ങളിലോട്ട് പോകുന്നത്. പക്ഷെ അത് ബാധിക്കുന്ന മുഴുവൻ ആൾക്കാരിലോട്ടുമാണ്. അപ്പൊ അതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അപ്പം ഒരുപാട് നല്ല മനുഷ്യരാണ് നമ്മുടെ മുസ്ലിംസ്. മെജോറിറ്റി ഓഫ് ഇന്ത്യക്കാരും നല്ല മുസ്ലിംസ് ആണ്. അപ്പൊ അവരെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള ജിഹാദികൾ, എനിക്ക് ആ വാക്കിനെ യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല, അപ്പം ഇതുപോലുള്ള ആൾക്കാർ മുന്നോട്ട് വരുന്നത്. അപ്പം നമുക്കിത് ഒന്നിച്ചു നിന്ന് മുന്നേറുക തന്നെ വേണം. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.